ഹലോ സർ, ഞാൻ മഞ്ചാടിയുടെ അച്ഛനാ. ആ മാഷേ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. അത് കൺഫേം അല്ല. സാർ പറയൂ. ജീവൻ അപകടത്തിൽപ്പെട്ട സ്ഥലത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ മാറി പുഴയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറുപ്പക്കാരന്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ബോഡി കുറച്ച് അഴുകിയിട്ടുണ്ട്. 4-5 ദിവസമായില്ലേ. ബാക്കി ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോ അത് ജീവന്റേതായിരിക്കാനാണ് സാധ്യത. എങ്കിലും ഏറ്റവും അടുപ്പമുള്ളവർ ഐഡന്റിഫൈ ചെയ്താലേ ഉറപ്പിക്കാൻ പറ്റൂ. മാഷ് മോളെയും ജീവന്റെ അച്ഛനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരണം. എവിടെയാണ് സാർ വരേണ്ടത്? ബോഡി ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാ. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. സർ, ഞങ്ങൾ വരാം. അച്ഛാ, എന്താ അച്ഛാ? അച്ഛാ, ജീവൻ എന്താ പറ്റിയേ? അവൻ എവിടെയാ ഉള്ളത്? മോളെ മഞ്ചാടി, മോളെ, ദൈവം തീരുമാനിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. നിനക്കിപ്പോ വേണ്ടത് ഏത് പരീക്ഷണത്തെ നേരിടാനുള്ള മനക്കരുത്താണ് മോളെ. എന്താ അച്ഛാ പറ. അതെ മോളെ, എന്താ അച്ഛാ? നീ തളർന്ന ഞങ്ങളും തളരും. അകത്ത് കിടക്കുന്ന രജനി ഒന്നും അറിയാൻ പാടില്ല. എന്താണെങ്കിലും എന്നോട് പറ അച്ഛാ. അച്ഛാ പറ. പറയാം. അച്ഛാ, എന്താണെന്ന് പറ അച്ഛാ. എന്നോട് പറ അച്ഛാ. മോളെ, അത് ജീവനാണോന്ന് ഉറപ്പില്ല മോളെ. നമുക്ക് പോയൊരു ബോഡി ഐഡന്റിഫൈ ചെയ്യണം മോളെ. മോളെ കരയാതെ മോളെ. മോളെ കരഞ്ഞൊച്ച വെക്കല്ലേ. അകത്തമ്മ കിടക്കുന്ന കാര്യം ഓർത്തില്ലേ? മോള് ധൈര്യമായിട്ടിരിക്കെ. അതവനായിരിക്കില്ല. ദൈവം അങ്ങനെയൊന്നും നമ്മളെ ശിക്ഷിക്കില്ല മോളെ. നമുക്ക് പോയൊന്ന് നോക്കാം. അത് ജീവനല്ല എന്ന് കൺഫേം ചെയ്യാനാ നമ്മൾ പോകുന്നതെന്ന് വിചാരിച്ചാൽ മതി. അത്രേ ഉള്ളൂ. മോളെ പേടിക്കണ്ട മോളെ, ഒന്നും പേടിക്കണ്ട. കരയല്ലേ മോള്, സമാധാനായിട്ടിരിക്കെ. അവിടെ വരെ പോയാലല്ലേ അത് ആരാന്ന് നമുക്കറിയാൻ പറ്റൂ. കരയില്ലേ മോളെ, അവനായിരിക്കില്ല, ജീവനായിരിക്കില്ല മോളെ. അവനൊന്നും സംഭവിക്കില്ല മോളെ, ഒന്നും സംഭവിക്കില്ല. അത് ജീവനല്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് പോവാം മോളെ. ആയിരിക്കില്ല, അത് ജീവനായിരിക്കില്ല. ഒരിക്കലും ആവില്ല, ഒരിക്കലും അവനായിരിക്കില്ല അത് മോളെ.